റാഫി, കിഫ്ബി മസാല ബോണ്ട് വിവാദം പുതിയതല്ല. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി അതിന് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇഡിയുടെ ഒരു നോട്ടീസ് വരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ശ്രദ്ധേയമാണ് ആ നോട്ടീസ്. ഇത് CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയല്ല, മറിച്ച് സർക്കാരിന്റെ കയ്യിലേക്ക് ഒരു ആയുധമായി ഈ നോട്ടീസ് മാറുന്നു എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? റാഫി കരീം. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം 2021 ആരംഭിച്ചൊരു അന്വേഷണം, ആ അന്വേഷണത്തിന് ശേഷം 3 മാസം മുൻപാണ് ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊച്ചി യൂണിറ്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിൽ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മുൻ ധനവകുപ്പ് മന്ത്രിക്കും ഒപ്പം ഈ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകുന്നത്. ഈ നോട്ടീസിൽ പ്രധാനമായും ഇഡി നൽകിയ റിപ്പോർട്ട് അത് പരിശോധിക്കുന്നതിന് മുൻപുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അതിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല, പകരം അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ രേഖാമൂലമുള്ള വിശദീകരണമാണ് നൽകേണ്ടത്. ഇതിന് ശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇഡി റിപ്പോർട്ടും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും പരിശോധിച്ചായിരിക്കും ഇതിൽ തെറ്റുകാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഫെമ ചട്ടലംഘനം നടത്തിയതിന് ഒരു ഫൈൻ ഈടാക്കുന്നത്. ഇതാണ് ഈ നടപടിക്രമം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നോട്ടീസ് ലഭിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന വലിയ ഒരു മാറ്റമുണ്ട്. അതായത് ഏത് രീതിയിലായിരിക്കും ഇതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പല പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ അത് തന്നെയാണ് കണ്ടതും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കേസിൽ ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് നൽകുമ്പോൾ 3 മാസമായി ഇതിൻ്റെ ഫയൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മാത്രമാണ് ഇതിൻ്റെ തുടർ നടപടിയെടുക്കുന്നത്. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് C&AG റിപ്പോർട്ട് പ്രകാരമാണ് ഇഡി ഇതിലേക്ക് കടന്നു വരുന്നതും ഫെമ ചട്ടലംഘനം ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതും. നേരത്തെ തന്നെ 2019 ജാനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കിഫ്ബിയുടെ ബോർഡ് യോഗം നടത്തുന്നത്. ആ ബോർഡിൽ കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ധനവകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ അന്നത്തെ ഈ കിഫ്ബിയുടെ CEO ആയ ഡോക്ടർ KM എബ്രഹാമോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മാർച്ചിലാണ് ഈ കിഫ്ബി ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും മസാല ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും സിംഗപ്പൂർ ലണ്ടൻ എക്സ്ചേഞ്ചുകൾ വഴി മസാല ബോണ്ടുകൾ വിൽപ്പന നടത്തുന്നതും ധനസമാഹരണം നേടുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ധനസമാഹരണം നടത്തിയ ശേഷം ഈ തുക കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഫെമ ചട്ടലംഘനം. ഇതുമായി ബന്ധപ്പെട്ടാണ് C&AG റിപ്പോർട്ട് ചുവടുപിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ അന്വേഷണം നടന്നത്. ഇതിലിപ്പോൾ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഇഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് കിഫ്ബി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ്, ഒപ്പം തന്നെ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിലാണ് ഡോക്ടർ തോമസ് ഐസക്കിനും ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഈ നോട്ടീസിനെ നേരിട്ട് മറുപടി നൽകാം രേഖാമൂലം, അല്ല എങ്കിൽ ഇതിനെ കോടതിയെ സമീപിക്കാം. നേരത്തെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ധനവകുപ്പ് മന്ത്രി തോമസ് ഐസക്കിന് 7 തവണ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസിലൊന്നും തന്നെ മറുപടി നൽകുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഹാജരാകുകയോ ചെയ്തിരുന്നില്ല തോമസ് ഐസക്. പകരം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അയച്ചിരിക്കുന്ന നോട്ടീസിലും കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ഇവരുടെ ഈ നോട്ടീസിനുള്ള മറുപടി എന്നുള്ളത് ഏറെ നിർണായകമാണ്. റാഫി, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഇഡിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് എന്നുള്ളത് സ്വാഭാവികമായും വലിയ ചർച്ചയാവേണ്ടതാണ്. പക്ഷേ ഇഡിയുടെ നീക്കത്തെ പ്രതിപക്ഷവും സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നത് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. VD സതീശൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അത് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്താനുള്ള ഒരു നോട്ടീസ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. രമേശ് ചെന്നിത്തല വിഷയം ഏറ്റെടുക്കുന്നുണ്ട്, പക്ഷേ ഇഡിയുടെ നീക്കത്തെ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ഇത് ഇങ്ങനെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാക്കി ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇഡിയുടെ നീക്കത്തെ സംശയത്തോടു കൂടി സമീപിക്കുന്നതിന്റെ തെളിവാണല്ലോ ആ പ്രതികരണങ്ങൾ. റാഫി കരീം. തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് നൽകുന്നു. ആ നോട്ടീസിൽ മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാക്കേണ്ടതില്ല, പകരം അദ്ദേഹത്തിന് മറുപടി രേഖാമൂലം നൽകിയാൽ മതി. അതല്ല എങ്കിൽ കോടതിയെ സമീപിച്ചാൽ മതി. തുടർ നടപടികൾക്ക് വലിയ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നിന്ന് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിക്കുമ്പോൾ ആ നോട്ടീസിന്റെ പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞ
തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി എത്തിയിരിക്കുന്നത്. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്നുള്ളത് ഈ കിഫ്ബിയുടെ മസാല ബോർഡിന്റെ ലിസ്റ്റിംഗ് അത് SNC ലാവലിംഗ് കമ്പനിക്കുള്ള പ്രത്യുപകാരമാണ് എന്നുള്ളതാണ്. അത് ആ പ്രതികരണം വരുമ്പോഴും ഈ ED ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന ഈ നോട്ടീസ് നൽകിയിരിക്കുന്ന നടപടി അതിനെ ന്യായീകരിക്കാൻ ഇവരാരും തന്നെ തയ്യാറാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകുന്നതിലൂടെ ED ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ തന്നെ പ്രതികരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻകാലങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനങ്ങളിലും പല മുഖ്യമന്ത്രിമാർക്കെതിരെയും നടത്തിയിരുന്ന നീക്കങ്ങളാണ്. ആ നീക്കങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ മുൻ ധനമന്ത്രി TM തോമസ് ഐസക്, അതുപോലെ കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു. പക്ഷേ ആ വിവാദത്തെ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.